നമ്മൾ കരയേണ്ട ആൾക്കാരല്ല. ഈ ദുനിയാവിൽ പടച്ചോൻ നമ്മളെ പടച്ചിറക്കുന്നുണ്ടെങ്കിൽ ആ പടച്ചോൻക്ക് തന്നെ അറിയാം നിങ്ങളെ എങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ. നിങ്ങൾ കരയണ്ട കേട്ടോ, കരയണ്ട, ഞങ്ങളെല്ലാവരും കൂടെ കൂടെ ഉണ്ട്. ഞാൻ പോകുന്നതേ ദുനിയാവിലെ സ്വർഗം ഉണ്ടല്ലോ അവിടേക്കാണ്. ഇവിടെ കുറേ അച്ഛന്മാരുണ്ട്, അമ്മമാരുണ്ട്. പട്ടാമ്പിയിലുള്ള സ്നേഹനിലയത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. വരി, ഞാൻ കാണിച്ചു തരാം. ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാമറിയാതാടുകയാണീ ജീവിതവേ. എല്ലാരും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഭക്ഷണം കഴിച്ചോ? എല്ലാരും കഴിച്ചോ? എല്ലാരും ഹാപ്പി അല്ലേ ഇവിടെ? ആ, അത് കേട്ടാ മതി. നിങ്ങൾ ഹാപ്പി ആവുമ്പോൾ പുറത്തുള്ള എല്ലാവരും ഹാപ്പി ആവും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടരുതേ. നിങ്ങളെ ഉറ്റവരും ഉടയവരായിരിക്കുന്ന ആൾക്കാർ, നിങ്ങളെ ഈ മതിൽക്കെട്ടലിൻ്റെ പുറത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കൂട്ടുകുടുംബത്തിനപ്പുറം നിങ്ങളെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും പുറത്തുണ്ട് കേട്ടോ. ഒരു അമ്മയുടെ അടിപൊളി പാട്ട് കേട്ടു. ആരാ അത് പാടിയത്? ആ അമ്മയുടെ അടിപൊളി പാട്ട് ഞാൻ കേട്ടു. അമ്മക്ക് സുഖാണോ? കാലയിൽ ദിനമും കൺവിഴിത്താൽ നാൻ കൈതൊഴും ദേവതയമ്മ അൻപെൻറാലേ അമ്മ എൻ തായ് പോലാകിടുമാ. காலையில் தினமும் கண் விழித்தால் நான் கைதொழும் தேவதையம்மா அன்பென்றாலே அம்மா என் தாய் போலாகிடுமா. இமை போல் இரவும் பகலும் என்னை காத்த கண்ணையே உனது அன்பு பார்த்த பின்பு அதை விட வானம் பூமியாவும் சிறியது. காலையில் தினமும் கண் விழித்தால் நான் கைதொழும் தேவதையம்மா அன்பென்றாலே அம்மா என் தாய் போலாகிடுமா. காலையில் தினமும் கண் விழித்தால் நான் கைதொழும் தேவதை அம்மா അൻപെൻറാലേ അമ്മ എൻ തായ് പോലാ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എതിരെ നിൽക്കുന്നൊരു ഉപ്പയാണ്, നമ്മളെ ഉപ്പയാണെന്ന് വിചാരിക്കും. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കരയണ്ട കേട്ടോ, ഒരിക്കലും നമ്മൾ കരയണ്ട. നമ്മൾ കരയേണ്ട ആൾക്കാരല്ല. ഈ ദുനിയാവിൽ പടച്ചോൻ നമ്മളെ പടച്ചിറക്കുന്നുണ്ടെങ്കിൽ ആ പടച്ചോൻക്ക് തന്നെ അറിയാം നിങ്ങളെ എങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ. നിങ്ങൾ കരയണ്ട കേട്ടോ, കരയണ്ട, ഞങ്ങളെല്ലാവരും കൂടെ കൂടെ ഉണ്ട്. വളരെ വിഷമത്തോടെയാണ് കേട്ടോ പറയണത്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവരെ കൂടെ ഇരുന്നിട്ടൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കുക. നമ്മളെ മക്കളെ പോലെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോണ്ടല്ലോ, നമ്മളെ മക്കളാണ് കയറി വരുന്നത്, നമ്മളെ ഉറ്റവരാണ് കയറി വരുന്നത്, നമ്മുടെ ഉടയവരാണ് കയറി വരുന്നത് എന്നുള്ള കാതോർത്ത് നിൽക്കുകയാണ് പാവങ്ങൾ. നമ്മളെ അമ്മയാണ്, നമ്മളെ ഉമ്മയാണ്, നമ്മളെ അച്ഛനാണ്, നമ്മളെ വാപ്പയാണ്. ഇതിൻ്റെ കൽബുകൾ ഒന്നും ഇങ്ങോട്ട് കയറി വരണം കേട്ടോ. ഇത് ഭയങ്കര മനസ്സിൽ ഏറ്റവും കുളിർമയായി. എനിക്ക് എൻ്റെ മനസ്സ് ഭയങ്കര കുളിർമയായി. കാരണം വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഞമ്മക്ക് എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. പക്ഷെ ഇവിടെ വെക്കുമ്പോണ്ടോ ഈ പുള്ളിത്തുണിയും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. ഞാൻ എന്നെ പറഞ്ഞുതരാം, 8 വർഷമായിക്കൊണ്ട് എൻ്റെ പെങ്ങൾ ഇതുപോലൊരു ഉമ്മാനെ നോക്കിയിരുന്നു, ആരാരും ഇല്ലാത്തൊരു ഉമ്മാനെ. ആ എൻ്റെ പെങ്ങൾക്ക് സുഖമില്ലാതെ ആയതുകൊണ്ട് ഇവിടെ വന്നു. ഇവിടെ 4 വർഷം ആ ഉമ്മ ഇവിടെ നിന്നു. എന്നോട് പറഞ്ഞു ആ ഉമ്മ നിന്ന സ്ഥാപനമാണ്, ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്ന പാട് എന്താണെന്നറിയോ, മനസ്സിൽ വല്ലാത്ത സന്തോഷവും വിഷമങ്ങളും. നമ്മളെ സ്നേഹനിലയം പട്ടാമ്പിയാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. എന്തായാലും ഇതിൻ്റെ എനിക്ക് നമ്മളെ തങ്ങളോട് വല്ലാത്ത മുഹബത്താണ്. ഒരിക്കലും തങ്ങളെ ഈ ഒരു സൽക്കർമ്മത്തിന് പുറകോട്ട് പോകാതെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ പുറകിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാരുണ്ട്. ഞാൻ പോവുകയാണ്, ഞാൻ ഇനി വരണ്ട് കേട്ടോ. ഇടക്കിടക്ക് ഞാൻ ആദ്യം വരും കേട്ടോ. ആ, ഞാൻ പോയിട്ട് ഇടക്കിടക്ക് വരണ്ട്. ഓക്കെ, എല്ലാവരും ഇട്ടമ്മ. ഓക്കെ, സങ്കടപ്പെടണ്ട കേട്ടോ, തീർച്ചയായിട്ടും നമ്മൾ വരും. ഓക്കെ, ഇത് വരുന്നല്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ വരും, നിങ്ങളെ കാണും കേട്ടോ. ഇനി നമ്മളടുത്ത് തന്നെയുള്ള വല്ലപ്പുഴ തന്നെയാണ് ഉള്ളത്, ഇവിടെ അടുത്താണ്. നമ്മൾ വരും, ഇനി ഒരുപാട് ആൾക്കാർ നിങ്ങളെ കാണാൻ വരും. ഒരിക്കലും വിഷമിക്കരുതേ. നമ്മളെ ഉള്ളിലുള്ള വിഷമങ്ങൾ എന്താന്നുള്ളത് നമ്മളെ ദൈവത്തിനറിയാം, റബ്ബിനറിയാം. നിങ്ങളെ വിഷമങ്ങൾ എന്താന്നുള്ളത് പ്രാർത്ഥിക്കുക, സമാധാനത്തോടെ കൂടെ ഇരിക്കുക. ഞങ്ങളെ പോലുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് പുറത്തുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഞങ്ങൾക്ക്. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുക. നിങ്ങളെ മനസ്സിൽ വേദനിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ടെൻഷനായിട്ട് നിങ്ങൾ ഇരിക്കരുത്. അത് നിങ്ങളെ രോഗങ്ങൾ കൂട്ടും. ആ രോഗങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ മെഡിസിൻ കൂടുതൽ കഴിക്കേണ്ടി വരും. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടത് ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിക്കൊണ്ട് അവർക്കും ദുആ. എല്ലാവരോടും സ്നേഹം മാത്രം.